ഹലോ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ യൂണിറ്റിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ലൊക്കേഷൻ അതുപോലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഓരോ സൈഡിലും ഓരോ തരത്തിലുള്ള പ്രത്യേകതയുള്ള ഭൂപ്രദേശം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബെനിഫിറ്റ് അവർക്കുണ്ടായിരുന്നു ആ രാജ്യത്തിന്. മാത്രമല്ല ഒരു പ്രത്യേക ഐലൻഡ് ആയിട്ടാണ് കുറേ ഐലൻഡ്സ് ചേർന്നിട്ടാണ് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പറയേണ്ടത് ഇപ്പോൾ ഇന്ത്യനെ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാരാണ് കീഴടക്കിയത് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ എത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് കാരണം എന്താണ്, ചുറ്റും കടലായതുകൊണ്ട് തന്നെ അവർ നല്ലോണം ഭയങ്കരമായിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ കടലിലൂടെയുള്ള യാത്ര അവർ വളരെയധികം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പൊ കാണുന്ന ബ്രിട്ടൻ ഇല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ എങ്ങനെയാണ് അവരങ്ങനെ ആയത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യനെ കീഴടക്കിയ പോലെ തന്നെ ബ്രിട്ടനെയും പല രാജ്യങ്ങളും കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണതെന്ന് നമുക്ക് നോക്കാം. സോ ഏർലി ഇൻവേഷൻസ് ആൻഡ് സെറ്റിൽമെന്റ്സ്. The knowledge of about early history of Britain is very scanty for the want of resources. The archaeological exploration in British archaeology brings forth the knowledge of early inhabitants of the island. We have evidence of people of old Stone Age, Neolithic Age, and Bronze Age lived here. Here, a particular mention goes to a group of people called Celts who came to Britain somewhere in the mainland of Europe. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ആൾക്കാർ, ആർക്കിയോളജി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ കുറിച്ച് പുരാവസ്തു വകുപ്പ്, അവരുടെ അഭിപ്രായത്തിൽ അവിടെ സ്റ്റോൺ ഏജ്, ശിലായുഗ കാലഘട്ടങ്ങൾ, അതുപോലെ മിഡിൽ ഏജ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഏജസിലുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്ന് കാണിക്കുന്ന പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു സെൽട്ട് എന്നുള്ള SELT, സെൽട്ട് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അവർ ശരിക്കും ഇംഗ്ലണ്ടിന്റെ ആൾക്കാരല്ല, മറ്റെവിടെയോ യൂറോപ്പിന്റെ ഏതോ ഒരു സൈഡിൽ നിന്ന് വന്ന് ഇംഗ്ലണ്ടിൽ പാർത്ത, ബ്രിട്ടനിൽ കുടിയേറി പാർത്ത വിഭാഗം ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് സെൽട്ട് ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യം പറയാം. Although knowledge about the prehistoric Britain is scarce and the general characteristics of native people were speaking Celtic language. അപ്പൊ ഈ സെന്റൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററി, നമ്മൾ ബ്രിട്ടന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വളരെ ചുരുങ്ങിയതാണെങ്കിലും ഒരു അവിടെ ഒരു നേറ്റീവ് ആയിട്ടുള്ള ജനങ്ങൾ, സെൽറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല വി കെയിം ടു നോ അബൌട്ട് ദ സെൽറ്റിക് പീപ്പിൾ ത്രൂ ദ റൈറ്റിംഗ്സ് ഓഫ് ഗ്രീക്ക് ആൻഡ് റോമൻ സ്കോളേഴ്സ് ലൈക്ക് ടോളമി ആൻഡ് ടേഷ്യസ്. അതായത് ഈ സെൽട്ട് എന്ന് പറയുന്ന വിഭാഗം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് തന്നെ റോമൻ അതുപോലെ ഗ്രീക്ക് ലാംഗ്വേജിലെ സ്കോളേഴ്സ് ആയിട്ടുള്ള, ആ ഭാഷയിലുള്ള വർക്ക്സ് ഒക്കെ എഴുതി വളരെ ഫേമസ് ആയിട്ടുള്ള ടോളമി അതുപോലെ ടേഷ്യസ് എന്ന് പറയുന്ന ഇവരുടെ വർക്ക്സിലാണ് ഈ സെൽറ്റിക് പീപ്പിളിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സെൽട്ട് വേർ എ ഗ്രൂപ്പ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ് വിത്ത് ഒറിജിൻ ഇൻ സെൻട്രൽ യൂറോപ്പ്. അപ്പൊ ഈ സെൽട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പ് എന്നുള്ളൊരു നമ്മൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിന്റെ ഒരു സെൻട്രൽ സൈഡിൽ നടുവിലായിട്ട് വരുന്ന ഭാഗത്താണ് ഈ സെൽട്ട് ഗ്രൂപ്പ് ജീവിച്ചിരുന്നത്. They shared similar language, religious beliefs, traditions and culture. അപ്പോൾ ഈ സെൽറ്റിക് ഗ്രൂപ്പ് അവരുടേതായ ഒരു കൾച്ചർ, അതുപോലെ അവരുടേതായ ഒരു ലാംഗ്വേജ്, ട്രഡീഷൻസ്, ബിലീഫ്സ് ഒക്കെ തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. The Celtic culture began to evolve around 1200 BCE. അപ്പൊ 1200 BC-യിലാണ് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെയും ഫോം ചെയ്തതെന്ന് കരുതപ്പെടുന്നു. They spread throughout the Western Europe, including Britain, Ireland, France, Spain, though migration. അപ്പൊ ഈ സെൽറ്റിക് കമ്മ്യൂണിറ്റി മൈഗ്രേഷൻ വഴി എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്? വെസ്റ്റേൺ യൂറോപ്യൻ സൈഡ്സ് ആയ ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ്, സ്പെയിൻ രാജ്യങ്ങളിലൊക്കെ മൈഗ്രേഷൻ വഴി, കുടിയേറി പാർക്കൽ വഴി ഇപ്പോൾ അവരെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ സെൻട്രൽ യൂറോപ്പിൽ മാത്രമല്ല ഈ പറയുന്ന വെസ്റ്റേൺ യൂറോപ്പിലും കാണാൻ വേണ്ടി സാധിച്ചു. Celts came to Britain between 500 and 300 BCE and settled throughout the island. They were used to chariots in warfare and occupied in hill areas. അതായത് അവര് സെൽട്ട് എന്ന് പറയുന്ന വിഭാഗം ഇംഗ്ലണ്ടിലേക്ക് വന്നത് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് വന്നത്
500-നും 300-നും ബേസിക്ക് ഇടയിലാണെന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല അവർ വളരെയധികം എന്താണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും എന്താണ് ആയോധന കലകൾ, ഇങ്ങനെ യുദ്ധം, ഇങ്ങനെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. ഒപ്പം തന്നെ അവർ ജീവിച്ചിരുന്നത് ഹിൽ ഏരിയാസിലാണ്, കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു അവരുടെ താമസം. Celts were divided into different tribes and a leader fought frequently. അപ്പോൾ ഇവർ ട്രൈബൽസ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഇവരെന്ത് ചെയ്യും, 2 ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുക. അതായത് ഒരു എന്താണ് നമ്മുടെ നാട്ടിൽ മൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ സെൽട്ട് കമ്മ്യൂണിറ്റി 1, സെൽട്ട് കമ്മ്യൂണിറ്റി 2. അപ്പോൾ സെൽട്ട് കമ്മ്യൂണിറ്റി 1-ഉം 2-ഉം തമ്മിൽ എപ്പോഴും അവർ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും പരസ്പരം ഫോട്ട് ഫ്രീക്വന്റ്ലി, അവർ എപ്പോഴും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. The southern Celts were called Brythons and the land they lived become to be called Britain. അപ്പൊ സദേൺ റീജിയണിൽ, സൗത്ത് ഏരിയയിൽ, താഴ്ഭാഗം, ഇംഗ്ലണ്ടിന്റെ ബ്രിട്ടന്റെ താഴ്ഭാഗങ്ങളിലുള്ള ഈ സെൽറ്റിക് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ ബ്രിത്തോൺസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബ്രിത്തോൺ. ഓക്കെ, അങ്ങനെ ഈ ബ്രിത്തോൺ വിഭാഗത്തിലുള്ള ആൾക്കാർ താമസിച്ച സ്ഥലമായതുകൊണ്ട് ബ്രിട്ടൻ എന്നുള്ള പേര് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രിത്തോൺ കമ്മ്യൂണിറ്റി താമസിച്ച ഏരിയ ബ്രിട്ടൻ. ഓക്കെ, അടുത്തത് ദ പീപ്പിൾ ടുഡേ ഈസ് നോൺ ആസ് ബ്രിട്ടീഷ് ആർ ദ ഡെസെൻഡൻസ് ഓഫ് സെൽട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ എന്ന് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഈ സെൽട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആൾക്കാരെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, during the reign of Julius Caesar, the 1st century BCE, later in the time of Claudius, the Romans launched a military campaign against the Celts. അപ്പോൾ ജൂലിയസ് സീസർ എന്നുള്ള റോമൻ എന്താണ് കിങ് ഓർ ദി എംപറർ, അതുപോലെ ക്ലോഡിയസ് എന്നുള്ള രണ്ടാമത്തെ ഒരു റോമൻ കിങ് ആണ്. ഇവരൊക്കെ വന്നതിന് ശേഷം ഈ സെൽട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും അവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു മിലിറ്ററി ക്യാമ്പയിൻ തന്നെ നടത്തി. ജൂലിയസ് സീസർ അതുപോലെ ക്ലോഡിയസിന്റെ നേതൃത്വത്തിൽ ഈ ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്ന സെൽട്ട് കമ്മ്യൂണിറ്റിക്കെതിരെ മിലിറ്ററി ക്യാമ്പയിൻസ്, അവരുടെ ആർമീനെ യൂസ് ചെയ്തിട്ട് അവരെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. സോ ദ സെൽട്ട് ഇൻ ബ്രിട്ടൻ വെർ നോട്ട് ഇൻ ദ പൊസിഷൻ ടു ഡിഫെൻഡ് ഓർ എ സുപ്പീരിയർ റോമൻ ആർമി. Thousands of Celts were killed and others escaped to the western part of the island. അപ്പോൾ ഈ സെൽട്ട് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഈ റോമൻ ആർമിയോട് മത്സരിക്കാനുള്ള അത്ര ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തോൽവി സമ്മതിക്കുകയും ഒരുപാട് ആൾക്കാർ, thousands of people were died, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും കുറെ പേര് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഏത് റീജിയണിലേക്ക് പോയി, വെസ്റ്റേൺ പാർട്ടിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. The legacy of Celts remain the most prominent in Great Britain and Ireland, where traces of their language and culture still prominent today. അപ്പൊ സെൽട്ട് കമ്മ്യൂണിറ്റി ഇപ്പോഴും ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യത്ത് പ്രത്യേക ഒരു റെസ്പെക്ട് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ അതിനെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ അവരെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഗ്രേറ്റ് ബ്രിട്ടന്റെയും അതുപോലെ അയർലാൻഡൊക്കെ റീജിയൻസിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഡ്രൂയിഡിസം എന്താണെന്ന് ഒന്ന് പറയാം. ഡ്രൂയിഡിസം എന്ന് പറയുന്നത് സെൽട്ട് കമ്മ്യൂണിറ്റിന്റെ റിലീജിയൻ ആണ് ഡ്രൂയിഡിസം. ഓക്കെ, ദ റിലീജിയൻ ഓഫ് സെൽസ് വാസ് കോൾഡ് ഡ്രൂയിഡിസം. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, സെൽട്ട് വിഭാഗത്തിന് അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, അതുപോലെ അവരുടേതായ വിശ്വാസങ്ങളും റിലീജിയസ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിലീജിയൻ ആണ് ഇത് ഡ്രൂയിഡിസം. ഓക്കെ, ഡ്രൂയിഡിസം എന്ന് പറയുന്നത് റിലീജിയൻ ഓഫ് സെൽട്ട് ആണ്. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. It was one of the most considerable parts of their government and society. The priest of their religion called DRUIDS. അപ്പോൾ ആ വിഭാഗത്തിലെ ഡ്രൂയിഡിസം എന്നുള്ള മതത്തിന്റെ ലീഡേഴ്സിനെ, പുരോഹിതന്മാരെ വിളിച്ചിരുന്നത് ഡ്രൂയിഡ്സ് എന്നാണ്. മാത്രമല്ല, ഡ്രൂയിഡ്സ് പൊസസ്ഡ് ഗ്രേറ്റ് അതോറിറ്റി ഓവർ സെൽറ്റിക് കമ്മ്യൂണിറ്റി. അപ്പോൾ ആ വിഭാഗത്തിന്റെ ഇടയിൽ ഈ പ്രീസ്റ്റുകൾക്ക് ഒരു പ്രത്യേക ബഹുമാനവും ആദരവും ഒക്കെ കിട്ടിയിരുന്നു. മാത്രമല്ല, പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് they enjoyed many privileges such as immunity from war and taxes, headed both the civil and criminal jurisdiction and exercised and decided all controversies among the states as well as among private persons. Whoever refused to obey their edicts was exposed to the most severe punishments. Human sacrifices were practiced among the Celts. അതായത് ഈ സെൽട്ട് കമ്മ്യൂണിറ്റിയിലുള്ള പ്രീസ്റ്റുകൾ
അവർക്ക് പ്രത്യേകതരം അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇപ്പൊ ഒരു വാറ് നടക്കുകയാണെന്നൊക്കെ വിചാരിക്കാം, നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള ടാക്സുകള്, അതുപോലെ വാർ എന്നുള്ള സംഭവത്തിൽ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പ്രീസ്റ്റുകളെ ഒന്നും ചെയ്തിരുന്നില്ല. ഇവർക്കൊരു പ്രത്യേക പരിഗണന തന്നെ ഉണ്ടായിരുന്നു. മാത്രല്ല അതിന്റെ ഒപ്പം തന്നെ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മുടെ നാട്ടിലൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട പള്ളിയിലെ അച്ഛന്മാരോ അതുപോലെ മതത്തിൻ്റെതായ ആൾക്കാർ വന്നിട്ട് നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടും. അതുപോലെ ഈ സെൽട്ട് കമ്മ്യൂണിറ്റിയിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെൽട്ട് കമ്മ്യൂണിറ്റീന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ഡ്രൂയിഡ്സുകൾ അവരുടെ അഭിപ്രായം ഇവിടെ പറയും. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ആ അഭിപ്രായം ആരെങ്കിലും അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരം, വളരെ ക്രൂരമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ ഇവർക്ക് അധികാരം ഉണ്ടായിരുന്നു. പ്രീസ്റ്റിന് അധികാരം ഉണ്ടായിരുന്നു. അതായത് ആ മതത്തെ അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പണിഷ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. മാത്രല്ല ഈ ഡ്രൂയിഡിസം എന്നുള്ള റിലീജിയന്റെ മറ്റൊരു പ്രത്യേകത ആണ് അവരുടെ ഇടയിൽ ഈ മനുഷ്യബലി, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടോ? നരബലി എന്ന് പറയും. ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് കുഞ്ഞുങ്ങളെയോ വലിയവരോ ഒക്കെ ജീവനോടെ കൊല്ലും, എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മതത്തിൽ നിലനിന്നിരുന്നു. ഇനി അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. ഈ ബ്രിട്ടന്റെ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ പറയുന്ന റോമൻ കോൺക്വസ്റ്റ്. റോമൻ രാജവംശം എന്ത് ചെയ്തു? റോമിൽ നിന്നും ഇംഗ്ലണ്ടിൽ വന്ന് ഇവരെ കീഴടക്കി. ഇപ്പൊ ബ്രിട്ടീഷുകാർ നമ്മുടെ കീഴടക്കിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായി, അല്ലെ? നമുക്ക് ഒരു റൂളിംഗ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് പഠിച്ചു, സിവിലൈസേഷൻ ഉണ്ടായി. സോ ഇതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും റോമക്കാർ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. The Roman conquest of Britain has been considered as one of the significant event in the history of Britain. The Roman invasion was the first of Britain historically recorded invasions. അപ്പോൾ ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് റോമക്കാര് കോൺക്വസ്റ്റ് ചെയ്യുന്നത്, അവര് കീഴടക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആദ്യമായിട്ട് അവിടെ നടന്ന ഒരു കോൺക്വസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി ഫസ്റ്റ് ഇൻവേഷൻ ഓർ ദി ഇൻവേഷൻ ഇസ് ദി റോമൻ. ഓക്കെ, റോമൻ ഇൻവേഷൻ ആണ് ഹിസ്റ്റോറിക്കലി റെക്കോർഡഡ്, ഫസ്റ്റ് റെക്കോർഡഡ് ഇൻവേഷൻ. ഓക്കെ, the Great Roman Empire invaded Britain mainly 2 times, one in the Julius Caesar and the next in Claudius reign in 43 CE. അതായത് 2 പ്രാവശ്യമാണ് ബ്രിട്ടനെ ഈ റോമക്കാർ കീഴടക്കിയിട്ടുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യമാണ്, അല്ലെ? പക്ഷെ ഇവരെ ആണെങ്കിൽ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിലും, പിന്നൊന്നെന്ന് പറയുന്നത് ക്ലോഡിയസിന്റെ കാലഘട്ടത്തിലുമാണ്. ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിലും 43 സിയില് ക്ലോഡിയസിന്റെ ഭരണകാലത്തുമാണ്. ജൂലിയസ് സീസർ അറ്റാക്ട് ബ്രിട്ടൻ ആസ് പാർട്ട് ഓഫ് ഹിസ് ഗാലിക് വാർ. അപ്പൊ ഗാലിക് വാർ എന്ന് പറഞ്ഞിട്ടൊരു വാറ് ജൂലിയസ് സീസർ നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം ഈ ബ്രിട്ടനെ കീഴടക്കുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. ഹിസ് കമന്ററീസ് ഗിവ് us a vivid and veracious account of his expedition of Britain. Caesar wanted to make Britain to become a frontier province and empire based on the Mediterranean. അപ്പോൾ മെഡിറ്ററേനിയൻ സീ അറിയാലോ. അപ്പൊ ഈ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് ഒരു പ്രൊവിൻസ്, ഒരു പ്രവിശ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടനെ ആദ്യമായിട്ട് സീസർ കീഴടക്കിയത്. തന്റെ എംപയറിന്റെ ഒരു കവാടം പോലെയൊക്കെ ആയിട്ട് ആ പ്രദേശത്തെ മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. Rome's initial military campaign in Britain occurred during the Roman conquest of Gaul, modern France, under Julius Caesar. അപ്പൊ ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിൽ ഗോൾ, അതായത് ഇപ്പൊ ഫ്രാൻസ് എന്ന് അറിയപ്പെടുന്ന ഗോളിനെ കീഴടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടനെയും കൂടി കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യുദ്ധം നടന്നത്. By 55 BCE, he had conquered most of the part of Gaul, and this gave Caesar much impetus to plan an expedition to the British Isles. അതായത് ഫ്രാൻസിനെ കീഴടക്കുന്നതിന്റെ ഒരു 90% ജൂലിയസ് സീസർ വിജയിച്ചു. അത് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് നൽകി. അതിന്റെ ഭാഗമായിട്ട് ഈ
ബ്രിട്ടൻ ഐലൻഡ്സിനെയും കീഴടക്കാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ചു. Julius Caesar's first invasion of Britain occurred in the year of 55 BC. This was not a well-planned one because the underestimated power of Britons. He thought that the British people are subdued easily, but he has strongly stopped by the army of British and forced to withdraw from the island. The following year, 54 BCE, he prepared a war large force of 800 ships, 200 cavalries and 5 legions. സോ അതായത് ആദ്യം ജൂലിയസ് സീസർ 55 ബി സിയിൽ ബ്രിട്ടനെ കീഴടക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഇദ്ദേഹം ഫ്രാൻസിനെ കീഴടക്കിയ പോലെ തന്നെ ബ്രിട്ടനെ കീഴടക്കാനും ഒരു ശ്രമം നടത്തി. പക്ഷെ അതത്ര ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചു ബ്രിട്ടൻകാർ വളരെ പാവപ്പെട്ടവരാണ്, പെട്ടെന്ന് തന്നെ കീഴടങ്ങിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് ബ്രിട്ടോൺസിന്റെ കാര്യം അറിയാലോ, അവര് പരസ്പരം ഫോട്ട് ചെയ്തിട്ട് എപ്പോഴും ഒരു അടിപിടി ഉണ്ടാക്കുന്നതിൽ വളരെ ഉഷാറായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചേ, ഇത് നടന്നില്ല. ജൂലിയസ് സീസർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ബ്രിട്ടോൺസ് എന്ത് ചെയ്തു, നന്നായിട്ട് തിരിച്ചും അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ജൂലിയസ് സീസറിന് തോറ്റു മടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഫോഴ്സും വളരെ ചെറുതായിരുന്നു. പിന്നീട് രണ്ടാമത് ഒന്നും കൂടി അദ്ദേഹം വരികയുണ്ടായി. 54 ബി സിയില് 54 ബി സിയിൽ വീണ്ടും വന്നു. അന്ന് വന്നത് 800 ഷിപ്പുകളില് അതുപോലെ 2000-ഓളം ആൾക്കാരും 5 legions എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പടക്കോപ്പുകളൊക്കെ ആയിട്ടാണ് ബ്രിട്ടനിലേക്ക് വരുന്നത്. അതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് നോക്കാം. The British tribes united under a single chief, namely Cassivellaunus, and but the retaliation of Cassivellaunus, a small army, ended a great despair for the Britons. The army retreated into inland, but Caesar followed by a ledge siege and fought as Cassivellaunus. The Caesar defeated the Britons and they finally agreed to acceptable terms of surrender. Hostages were provided and tribute was collected. The Julius Caesar was immediately left British island unoccupied. The reason for the immediate withdrawal of Caesar was the major rebellion broke out of Gaul and he wanted to suppress it. Thus ended the first stage of Roman invasion in Britain. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ബ്രിട്ടനിൽ വന്നു നമ്മൾ പറഞ്ഞല്ലേ. അങ്ങനെ വന്നു, എന്ത് ചെയ്തു, ഇവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടോൺസ് നന്നായിട്ട് തിരിച്ചടിച്ചു. അവസാനം ബ്രിട്ടോൺസ് എല്ലാവരും ചേർന്നിട്ട്, ആ സെൽട്ട് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ചേർന്നിട്ട് ഒരു ആർമി തന്നെ ഫോം ചെയ്തു. അതിന്റെ പേരാണ്, ഒരു സിംഗിൾ ചീഫിന്റെ അണ്ടറിൽ ജോയിൻ ചെയ്തു. അതാണ് കാസിവെലനസ് എന്ന് പറയുന്നത്. കാസിവെലനസിന്റെ അണ്ടറിൽ ഇവരെല്ലാം ജോയിൻ ചെയ്തു. അങ്ങനെ ഇവര് ജൂലിയസ് സീസറിനെതിരെ പോരാടി. പക്ഷെ കാസിവെലനസിന് ജയിക്കാനായില്ല. ആ ഒരു ബ്രിട്ടോണിലുള്ള ആൾക്കാർക്ക്, ബ്രിട്ടോൺസിന് ജയിക്കാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു, തോൽവി സമ്മതിച്ച് ജൂലിയസ് സീസറിനെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ജൂലിയസ് സീസർ എന്താ ചെയ്തേ, ജൂലിയസ് സീസർ ഇത് ആക്സെപ്റ്റ് ചെയ്തില്ല. അവിടെ നിൽക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചില്ല. കാരണം എന്താണ്, കീഴടക്കി കഴിഞ്ഞാൽ അവിടെ അവരുടെ ഭരണം തുടങ്ങണ്ടേ. പക്ഷെ ജൂലിയസ് സീസർ അത് ചെയ്യാണ്ട് തിരിച്ചുപോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗാലോൺസ് ഫ്രാൻസിൽ ഇദ്ദേഹം കീഴടക്കിയല്ലോ. പക്ഷെ അവിടെ വീണ്ടും ജനങ്ങള് ഇവരുടെ കീഴടക്കലിനെതിരെ പ്രതിരോധിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ സീസർ അങ്ങോട്ടേക്ക് പോയി. അതോടുകൂടി ഈ സ്ഥലം എന്തായി, വീണ്ടും ഫ്രീ ആയിട്ട് തന്നെ ഇരുന്നു. സോ ഇതാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്. In 43 CE, Roman Emperor Claudius decided to lead military expedition to Britain. ഞാൻ അടുത്ത പറയുന്നത് ക്ലോഡിയസിന്റെ വരവാണ്. അപ്പൊ ജൂലിയസ് സീസർ വന്നിട്ട് പോയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ക്ലോഡിയസിന്റെ വരവിനെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ റോമൻ എംപയർ ആയിട്ടുള്ള ക്ലോഡിയസ് ഡിസൈഡഡ് ടു lead ആർമി എക്സ്പെഡിഷൻ ടു ബ്രിട്ടൻ. ക്ലോഡിയസും ജൂലിയസ് സീസറിനെ പോലെ തന്നെ ഒരു ആർമി ആയിട്ട് ബ്രിട്ടനിലേക്ക് പോയി. He prepared well occupied army. Claudius' legions marched throughout the France and crossed into Britain. The British tribes that opposed Roman occupation united their chief army called Caractacus, and though his army was not match for the Romans, fought bravely near the Thames, the Battle of Medway, 43 CE. Shortly after the desperate battle, Caractacus surrendered and forced by the subdue a larger region of South Thames to the Romans.
Roman imparted a provisional government and more British territory was won over gradually. അതായത് ക്ലോഡിയസ് വന്നിട്ടും അദ്ദേഹവും നല്ല പ്രിപ്പയർഡ് ആയിട്ടുമാണ് വന്നത്. ജൂലിയസ് സീസർ രണ്ടാമത് വന്ന പോലെ തന്നെ ക്ലോഡിയസും പ്രിപ്പയർ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ക്ലോഡിയസ് എന്ത് ചെയ്തു, ഫ്രാൻസിന്റെ പോകുന്ന വഴിക്ക് ബ്രിട്ടനെയും കൂടി ആക്രമിച്ചു. അപ്പൊ പണ്ടുണ്ടായ പോലെ തന്നെ കാസിവെലമിനസ് എന്ന് പറയുന്ന ജൂലിയസ് സീസറിനുണ്ട് എതിരെ ഉണ്ടായ ചീഫിനെ പോലെ തന്നെ ഇവിടെയും കാക്ടക്കർക്കസ് എന്ന് പറയുന്ന കാരക്ടക്കസ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു പ്രൊനൗൺസ്. സോ അങ്ങനെ ഒരു ചീഫിന്റെ അണ്ടറിൽ ഇവര് എല്ലാവരും ബ്രിത്തോൺസ് ഒക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തേംസ് നദിയുടെ തീരത്ത്, ഇംഗ്ലണ്ടിലൂടെ ഒഴുകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുഴയാണ് തേംസ്. ആ തേംസ് നദിയുടെ തീരത്ത് ബാറ്റിൽ ഓഫ് മെഡ്വേ നടന്നു. ബാറ്റിൽ ഓഫ് മെഡ്വേ 43 സിയിലാണ് ഇത് നടക്കുന്നത്. സോ ഈ ബാറ്റില് വീണ്ടും ആര് തോറ്റു? ബ്രിത്തോൺസ് തോക്കുകയുണ്ടായി. അവര് സറണ്ടർ ചെയ്തതിനു ശേഷം റോമക്കാര് വീണ്ടും ബ്രിട്ടനിൽ ഭരണം തുടങ്ങി. ആദ്യമായിട്ട് അവിടെ ഭരണം തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി കുറച്ച് സ്ഥലമാണ് അന്ന് ക്ലോഡിയസ് പിടിച്ചതെങ്കിലും പിന്നീട് അത് കൂടി ബ്രിട്ടന്റെ നല്ലൊരു ഭാഗം തന്നെ ഇവരുടെ കയ്യിലായിട്ട് വന്നു. The final resistance of Caractacus was 7 years after the Medway 50 CE. But this was also defeated by Roman army. Caractacus was captured and thus ended the organized resistance against Roman domination. അപ്പോൾ 50 BC ഇതേ നേരത്തെ ഉണ്ടാക്കിയ അതേ ചീഫ് ആർമി എന്ത് ചെയ്തു? ഈ റോമൻ എംപയറിനെതിരെ പോരാടി. പക്ഷെ ഈ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അത്രത്തോളം സക്സസ് ആയിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം എന്താണ്? ഓരോ ഫൈറ്റിലും ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴും അല്ലെ. അങ്ങനെ ഇവരുടെ വീക്ക് ആവാൻ തുടങ്ങി. അതോടുകൂടി ഇവരൊട്ടും ട്രെയിൻഡ് അല്ലല്ലോ. ഒരു മിലിറ്ററി ഒരു കിങ്ങിന്റെ അണ്ടറിൽ വരുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ ആൾക്കാരുണ്ടാവുക. സോ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതോടുകൂടി കംപ്ലീറ്റ് റോമൻ ഡോമിനേഷൻ തന്നെ അവിടെ സംഭവിച്ചു. അടുത്ത നമുക്ക് പറയേണ്ടത് റെബലിയൻ ഓഫ് ബോഡിക്സിയ ആൻഡ് അഗ്രിക്കോള റിഫോംസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.